കാലടി പ്ലാന്റേഷൻ 1-ാം ബ്ലോക്കിൽ മുനിത്തടം ഭാഗത്ത് കാട്ടാനയെ ചരിഞ്ഞ നെല്ല് കണ്ടെത്തി. ജഡത്തിന് ഏകദേശം 5 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് തൃശൂർ ബ്യൂറോ പറയുന്നത്. സൂരജ് സജി തത്സമയം. ഗുഡ് മോർണിംഗ് സൂരജ് സജി, വിവരങ്ങൾ. എസ്കെൻ, അതിരപ്പള്ളി കാലടി പ്ലാന്റേഷന്റെ മുനിത്തടം ഭാഗത്താണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഒരു കാട്ടുകൊമ്പന്റെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. 5 ദിവസത്തിലധികം പഴക്കമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് ഈ ആനയുടെ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തും. അതിനുശേഷമായിരിക്കും ഈ മരണകാരണം സംബന്ധിച്ചുള്ള വിവരം പുറത്തു വരികയുള്ളൂ. ഇന്നലെ വൈകുന്നേരം തോട്ടം തൊഴിലാളികളാണ് ഈ ആനയുടെ ജഡം കണ്ടെത്തുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിക്കുകയായിരുന്നു. പ്രദേശവാസികളെയോ അതോടൊപ്പം തന്നെ നാട്ടുകാരെയോ ഒന്നും ഈ മേഖലയിലേക്ക് കടത്തിവിട്ടിട്ടില്ല. ഇപ്പോൾ ഈ വനംവകുപ്പ് പ്രത്യേക സുരക്ഷ ഒരുക്കി ആനയുടെ ഈ ജഡം ഈ വനത്തിനുള്ളിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയാക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഈ മരണകാരണം അറിയാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് കാലടി പ്ലാന്റേഷൻ മേഖലയിൽ കൂടുതൽ കാട്ടാനകൾ ഇറങ്ങുന്ന മേഖലയാണ്. കാട്ടുകൊമ്പനാണ് ചരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള പ്രോട്ടോകോളുകൾ പ്രകാരമായിരിക്കും ഈ ആനയുടെ ജഡം സംസ്കരിക്കുക.